സ്വാഗതം. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അങ്ങനെ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. നമുക്ക് നോക്കാം, കേരളത്തിലെ ഏറ്റവും സങ്കീർണമായ സാമ്പത്തിക ഭരണ വെല്ലുവിളികളിൽ ഒന്നിലൂടെയാണ് ഇപ്പോൾ ഈ സർക്കാർ കടന്നു പോകേണ്ടി വരിക. അല്ലെങ്കിൽ ഈ സർക്കാർ ഈ ബാധ്യതകൾ, വെല്ലുവിളികളൊക്കെയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇതൊരു രാഷ്ട്രീയ അധികാര കൈമാറ്റം മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ധനകാര്യ നിയന്ത്രണം, വ്യവസായ വളർച്ച, തൊഴിൽ, അതുപോലെ ക്ഷേമ പദ്ധതികൾ, പിന്നെ കാർഷിക മേഖല, ഒപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധം, ഇക്കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ വേണം. കാരണം കേന്ദ്രം ഭരിക്കുന്നു, NDA സർക്കാർ ഭരിക്കുന്നു, കേരളത്തിൽ കോൺഗ്രസ് UDF സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെ ദൃഢമായി കൊണ്ടുപോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ പരിഷ്കാരങ്ങളിലേക്ക് അല്ലെങ്കിൽ പദ്ധതികളിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ, നയിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒപ്പം ഭരണ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിരവധി മേഖലകളിൽ അങ്ങനെ വലിയ ഉത്തരവാദിത്വമാണ് പുതിയ സർക്കാരിന് നിർവഹിക്കാനുള്ളത്, സർക്കാരിന് മുന്നിലുള്ളത്. നമുക്ക് പരിശോധിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് വി ഡി സതീശന് ഏറ്റെടുക്കേണ്ടി വരിക എന്ന്. പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതയുമാണ് പുതിയ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. സംസ്ഥാനത്തിന് ദുർബലമായ ധനസ്ഥിതി തന്നെയാണ്. എന്തായാലും ഒരു സർക്കാർ ഇറങ്ങുന്നു, അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നു. ധനസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ, വ്യക്തമായ ചില വിവരങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ ചില നയസമീപനങ്ങൾ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഉയർന്ന പൊതുകടം വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഒപ്പം വർദ്ധിച്ചു വരുന്ന റവന്യൂ ഡെഫിസിറ്റ് നിൽക്കുന്നു. പിന്നെ ശമ്പള പെൻഷൻ ബാധ്യതകൾ നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകേണ്ടതുണ്ട്. ഒപ്പം വൻതുക പെൻഷൻ ഇനത്തിൽ നൽകാനുണ്ട്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബാധ്യതകളായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലെ കൂടുതൽ വികസന പദ്ധതികളിലേക്ക് മുൻതൂക്കം കൊടുത്ത് കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ബാധ്യതകൾ, ശമ്പള പെൻഷൻ ബാധ്യതകൾ നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇത് കൊടുക്കുക തന്നെ വേണം. ഇതിന് പണം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെയൊക്കെ വിശദമായി വരികയും ചെയ്യാം. പലിശ തിരിച്ചടയ്ക്കുന്നതിനുള്ള വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. കേരളം പല ഇനത്തിൽ പണം കടമെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പലിശ തിരിച്ചടയ്ക്കേണ്ടതായ സമ്മർദ്ദം നിലനിൽക്കുന്നു. ഒപ്പം സബ്സിഡി മൂലമുള്ള ചെലവുകളുടെ വർധന, പല ഇനത്തിൽ സർക്കാർ സബ്സിഡി അനുവദിക്കുന്നു. ഈ സബ്സിഡി തീർച്ചയായും സർക്കാർ നൽകുന്നതാണ്, അതിന് വലിയ ചെലവ് വരും. ഇതൊക്കെ കണ്ടെത്തുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും പോകുന്നത് ഇത്തരത്തിലൊക്കെയാണ്. നമുക്ക് നോക്കാം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളങ്ങൾ, ഒപ്പം പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, പലിശ തിരിച്ചടവുകൾ, ഇതാണ് സൂചിപ്പിച്ച കാര്യങ്ങൾ. ഒപ്പം സബ്സിഡികൾ നൽകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം. ഈ ആവശ്യങ്ങൾ പണം ചെലവാകുന്നതിനാൽ പുതിയ വികസന പദ്ധതികൾക്ക് സാമ്പത്തിക ഇടം കുറവാണ്. ഇതാണ് നിലനിൽക്കുന്ന പ്രശ്നം. നിലവിലുള്ള ഇത്തരത്തിലുള്ള പെൻഷനും ആനുകൂല്യങ്ങളും സബ്സിഡികളുമൊക്കെ നൽകി വരുമ്പോൾ പുതിയ വികസന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തും? വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം വരുമാന വർധനയും ക്ഷേമ പദ്ധതികളും എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വികസന മാതൃക ക്ഷേമ പദ്ധതികളെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പാവങ്ങൾക്കുള്ള പദ്ധതികളുണ്ട്, ക്ഷേമ പെൻഷനുകളുണ്ട്, ഒപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുണ്ട്, പൊതു ആരോഗ്യ സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണം. ക്ഷേമ പദ്ധതികൾ നിലനിർത്താൻ ശക്തമായ വരുമാന വളർച്ച തന്നെ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എപ്പോഴും കടമെടുത്ത് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് തന്നെ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ? നികുതി വരുമാന വളർച്ചയിലെ മന്ദഗതി വലിയൊരു പ്രശ്നം തന്നെയാണ്. നികുതി വരുമാന വളർച്ച കാര്യമായി ഉണ്ടാകുന്നില്ല എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത്. GST ആശ്രിതത്വം നിലനിൽക്കുന്നുണ്ട്. GST വരുമാനം നോക്കിയിരിക്കേണ്ട സാഹചര്യം. ഒപ്പം പ്രവാസി വരുമാനത്തിലെ മാറ്റങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ലോകം വലിയൊരു സംഘർഷ സാഹചര്യത്തിലുള്ള, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നൊക്കെയുള്ള വരുമാനം, പ്രവാസികളുടെ വരുമാനം കേരളത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ വരുമാനം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രവാസി വരുമാനത്തിലെ മാറ്റങ്ങൾ കേരളത്തിൻ്റെ വരുമാനത്തെയാണ് ബാധിക്കുന്നത് പ്രധാനമായും. മറ്റൊന്ന് ഉപഭോഗാടിസ്ഥാനത്തിലുള്ള വരുമാന വ്യതിയാനങ്ങൾ ആണ്. ക്ഷേമ ആനുകൂല്യങ്ങളും പദ്ധതികളും കുറച്ചാൽ
ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണം തീർച്ചയായും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കേരളം തുടർച്ചയായി കാലാകാലങ്ങളായി നൽകിക്കൊണ്ടുവരുന്നതാണ് ഈ ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനുകളും ഒക്കെ. അപ്പോൾ അതൊക്കെ മുന്നോട്ട് കൃത്യമായി പോയില്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങളുടെ ഒരു നീരസത്തിന് ഇടർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നതാണ്. ക്ഷേമ പെൻഷനുകൾ ഉറപ്പുവരുത്തും, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കുറവുകളായി ചൂണ്ടിക്കാട്ടിയിരുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. പുതിയ സർക്കാർ ഇതൊക്കെ കൃത്യമായി നൽകും, ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജനം അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മറ്റൊന്ന് വ്യവസായ മേഖലയിലേക്ക് കിടന്നാൽ, അല്ലെങ്കിൽ MSME പുനരുജ്ജീവനം സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷ സൗകര്യം ഇപ്പോഴും പിന്നിലാണ്. ഇപ്പോഴും കേരളത്തിലെ പല സ്ഥാപനങ്ങളും വ്യവസായങ്ങളും ഒക്കെ ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന പ്രശ്നങ്ങൾ? ഇത് സർക്കാർ പരിഹരിക്കേണ്ടതാണ്. ഭൂമി ലഭ്യതയുടെ കുറവാണ്. ഭൂമി ഒരു വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ മറ്റ് പദ്ധതികൾക്കായി ഭൂമി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും കാണുന്നത്. പിന്നെ ഉയർന്ന പ്രവർത്തന ചെലവ്. ഒരു വ്യവസായം കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രവർത്തന ചെലവ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല വ്യവസായങ്ങളും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. പിന്നെ അനുമതികളിലെ കാലതാമസമാണ്. സർക്കാരിൽ നിന്ന് ഈ വ്യവസായത്തിനും പദ്ധതികൾക്കുമുള്ള അനുമതി വാങ്ങിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാലതാമസമൊക്കെ ഒഴിവാക്കി വളരെ സുതാര്യമായ നടപടികളിലൂടെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അനുമതികൾ നൽകുകയാണെങ്കിൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകും. ഇതൊക്കെ സർക്കാർ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം തൊഴിലാളി സംഘടനകളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്ക, എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ അത് സംബന്ധിച്ച് നിലനിൽക്കുന്നില്ല. തൊഴിലാളി സംഘടനകളൊക്കെ ഇത്തരത്തിൽ ഒരു അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കൂടുതലായി മനസ്സിലാക്കുന്നത്. എന്നാലും ഇത്തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വലിയ നിക്ഷേപങ്ങളുമായി വ്യവസായികൾ എത്താൻ ശ്രമിക്കുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായി ആലോചിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ്. അവരുടെ ആശങ്ക തന്നെയാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് പരിസ്ഥിതി അനുമതിയാണ്. കേരളത്തെ സംബന്ധിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒത്തിരി സങ്കീർണതകളുണ്ട്. പുതിയ സർക്കാർ ഏതൊക്കെ മേഖലകളിൽ ഇത്തരത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും? ഒരു വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുക, ജനങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണം ഉണ്ടാവുക എന്നതിൽ ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റൊന്ന് ഈ സ്റ്റാർട്ടപ്പുകളാണ്. നമുക്കറിയാം, ഇപ്പോൾ കൂടുതൽ യുവാക്കൾ കൂടുതൽ സ്റ്റാർട്ടപ്പുകളിലേക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നു വരുന്നു. അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഒപ്പം ലോജിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ നിർമ്മാണ വ്യവസായമുണ്ട്. നിർമ്മാണ വ്യവസായത്തിന് വലിയ പ്രോത്സാഹനം നൽകണം. ഒപ്പം തുറമുഖ വികസനം സാധ്യമാക്കണം. കൂടുതൽ ചരക്ക് കപ്പലുകളും മറ്റും കേരളത്തിലേക്ക്, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖമൊക്കെ വലിയൊരു വികസന മാതൃകയാണ് കേരളത്തെ സംബന്ധിച്ച്. ഒപ്പം ITA കൂടുതൽ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ്. ഈ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിപ്ലവം എങ്ങനെ കേരളത്തിലേക്ക് അലയടിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു വിപ്ലവം എങ്ങനെ തുടങ്ങി വെക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ ITA മേഖല എന്നിവയിൽ കാര്യമായ വളർച്ച പുതിയ സർക്കാർ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽ ക്ഷാമവും യുവജന കുടിയേറ്റവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള യുവാക്കൾ വലിയ തോതിൽ തൊഴിൽ രഹിതരാണ് എന്നുള്ള കണക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളം ഉയരുന്നു, അല്ലെങ്കിൽ സാക്ഷരത എന്നൊക്കെ പറയുമ്പോഴും വലിയൊരു ശതമാനം യുവാക്കൾക്ക് തൊഴിലില്ല എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിലെ യുവജനങ്ങൾ ജോലി അന്വേഷിച്ച് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയണം. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. കൂടുതൽ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരണം, ആകർഷിക്കപ്പെടണം. അതിനുള്ള വ്യവസായ പാർക്കുകളും IT പാർക്കുകളും ഒക്കെ അനുവദിക്കണം. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സർക്കാർ മുമ്പിലുള്ള പ്രശ്നങ്ങളായി നമ്മൾ കാണേണ്ടത്, വെല്ലുവിളികളായി കാണേണ്ടത്. ഒപ്പം ഉയർന്ന ശമ്പളമുള്ള സ്വകാര്യ തൊഴിൽ അവർക്ക് ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ സർക്കാർ ജോലിയെ ആശ്രയിച്ച് പോകുന്ന ഒരു തൊഴിൽ സംസ്കാരം ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് കാണാം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്ക് സ്വകാര്യ തൊഴിൽ തന്നെ ആവശ്യമായി വരും. ഉയർന്ന തലത്തിലുള്ള ശമ്പളവും ആവശ്യമായി വരും.
ടെക്നോളജി അധിഷ്ഠിത വ്യവസായങ്ങളാണ് മറ്റൊരു കാര്യം. ഹൈടെക് ടെക്നോളജി, ഓരോ ദിവസവും ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ടെക്നോളജി നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്, നടപ്പാക്കേണ്ടതുണ്ട്, പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ടെക്നോളജി അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം വിപുലീകരിക്കേണ്ട ഒരു സാധ്യത വരുന്നു. ഇതൊക്കെ പ്രധാനമായും മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നുള്ളത്. കൂടുതൽ കഴിവും കാര്യക്ഷമതയും ഉള്ളവർ കേരളം വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതെ കേരളത്തെ സംരക്ഷിക്കുക എന്നത് വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്ക് കാർഷിക മേഖലയിലേക്ക് വരാം. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ എത്രമാത്രം കാർഷിക മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. കൂടുതൽ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ പച്ചക്കറികൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ചെറിയ കൃഷിയിടങ്ങളാണ് കേരളത്തിലുള്ളത്. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, വന്യമൃഗ ആക്രമണം വരുന്നു, തൊഴിൽ ക്ഷാമം വരുന്നു. അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടത്ര ലാഭം കിട്ടുന്നില്ല. അവർ കഷ്ടപ്പെട്ട് പണം മുടക്കി കൃഷി ഇറക്കിയാൽ വേണ്ടത്ര വിളവ് ലഭിച്ചാൽ തന്നെ അതിന് വേണ്ടത്ര ലാഭമുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത് കർഷകരെ സംബന്ധിച്ച വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് റബ്ബർ, തേങ്ങ, സ്പൈസസ്, ഇതൊക്കെ നമ്മുടെ വലിയ ആദായമുള്ള കാര്യങ്ങളായിരുന്നു. നെല്ല് തുടങ്ങിയ മേഖലകളിൽ വില സ്ഥിരത കുറവും ഇറക്കുമതി മത്സരവും ഒക്കെ നിലനിൽക്കുന്നു. ഇതൊക്കെ കാരണം കൃഷി അല്ലെങ്കിൽ കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ളൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് കാണേണ്ടതുണ്ട്. കേരളത്തിൽ വികസന പദ്ധതികൾ പലപ്പോഴും ഈ പരിസ്ഥിതി പ്രതിഷേധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം, ഒരു മാനദണ്ഡം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ, നിയമ തടസ്സങ്ങൾ, പല വിധത്തിലുള്ള നിയമ തടസ്സങ്ങളാണ് ഓരോ കാര്യത്തിലും നേരിടുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തിന് അടിയന്തരമായി വേണ്ടത് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നാണ് ഇനിയും നോക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പുതിയ സർക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ ഇത്തരത്തിൽ നോക്കാം. മികച്ച റോഡുകൾ വേണം സംസ്ഥാനത്ത്. അതുപോലെ നഗര നവീകരണം സാധ്യമാകണം. നഗരങ്ങളൊക്കെ പുതിയ നഗര വികസനങ്ങളൊക്കെ വന്നെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. ഇതൊക്കെ വേഗം പണി പൂർത്തിയാക്കി നഗരത്തിൻ്റെ നവീകരണമൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കണം. അല്ലെങ്കിൽ ജനങ്ങൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടായി, ഈ വികസനം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്, ആ നടപടിക്രമങ്ങളുടെ പ്രവൃത്തിയിലെ ബുദ്ധിമുട്ടുകളാണ് ജനം നേരിടുന്നത്. ഒപ്പം മാലിന്യ സംസ്കരണം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് നഗര മേഖലകളിലൊക്കെ. ഒപ്പം വെള്ളപ്പൊക്ക പ്രതിരോധ സംവിധാനം വേണം. ഒറ്റ മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന നഗരപ്രദേശങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കപ്പെടണം. ഇതിനൊക്കെ സർക്കാർ ഒരു വളരെ പ്രാധാന്യം ചെലുത്തണം എന്നുള്ളതാണ്. വ്യവസായ പാർക്കുകൾ തീർച്ചയായും വരണം. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ വ്യവസായ പാർക്കുകൾ, വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സംരക്ഷണം, അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തണം. തീർച്ചയായും വികസനം ഉറപ്പായും വേണം, പക്ഷേ പരിസ്ഥിതിക്ക് നാശമുണ്ടാകാനും പാടില്ല. ഇതിനിടയിലുള്ളൊരു ബാലൻസാണ് പ്രത്യേകമായി വേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. വികസനവും പരിസ്ഥിതിയും തമ്മിൽ കൂട്ടിയിണക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഒരു ബാലൻസ് കണ്ടെത്തുക, അത് കേരളത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ക്ഷേമ മാതൃകയുടെ നിലനിൽപ്പ് നോക്കാം. കേരളത്തിൻ്റെ സാമൂഹിക വികസന മാതൃക ശരിക്കും ലോക ശ്രദ്ധ നേടിയതാണ്, സംശയമില്ല. ഉയർന്ന സാക്ഷരത കേരളത്തിലുണ്ട്. ഒപ്പം മികച്ച ആരോഗ്യ സൂചികകൾ ഉണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ നേട്ടങ്ങളാണ്. മികച്ച മനുഷ്യ വികസന നിരക്ക്. എന്നാൽ ഇതെല്ലാം നിലനിർത്താൻ വലിയ സാമ്പത്തിക ശക്തി ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പാക്കി വരണമെങ്കിൽ അതനുസരിച്ചുള്ള വരുമാനം വേണം, പണം മുടക്കണം സംസ്ഥാന സർക്കാർ. പുതിയ സർക്കാർ മുന്നിൽ അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളുണ്ട്? ക്ഷേമ പെൻഷനുകൾ തുടർന്നും നൽകാനാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം വലിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ UDF ആയാലും പ്രകടന പത്രികയിൽ നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷനുകളുടെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ അത് തുടർന്നല്ല അതിൽ കൂടുതൽ നൽകാനാകുമോ എന്നുള്ള ചോദ്യമാണ്. ഒപ്പം പൊതു ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാകുമോ? ആരോഗ്യ സംരക്ഷണത്തിൽ മുന്നിലാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും പല കാര്യങ്ങളിലും വീഴ്ച കാണുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ സംരക്ഷണം
പൊതുജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് സർക്കാരിന് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാനാകും? ഒപ്പം വിദ്യാഭ്യാസ രംഗത്ത് നവീകരണം സാധ്യമാണ്. നമ്മൾ സ്കൂളുകളിലെ പരിഷ്കരണം, പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ വലിയ ചോദ്യമായി നിൽക്കുകയാണ്. പിന്നെ പുതിയ സർക്കാർ ഇപ്പോൾ വരുമ്പോൾ തന്നെ ബജറ്റ് പരിശോധനയും സാമ്പത്തിക ഓഡിറ്റിങ്ങും ഒക്കെ നടത്തുമോ എന്നറിയണം. കാരണം തീർച്ചയായും നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാർ എന്തൊക്കെ പദ്ധതികളിൽ പണം മുടക്കി, അത് എവിടെ വരെ എത്തി, ഈ പദ്ധതികൾ എവിടെ വരെ എത്തി, ഈ പണം എവിടെ, ഈ പണം മുടക്കിയതൊക്കെ ഈ പദ്ധതികളിൽ കാണാനുണ്ടോ, പദ്ധതി ഉയർന്നോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുക തന്നെ വേണ്ടിവരും. ഒപ്പം കിഫ്ബി ബാധ്യതകൾ, കിഫ്ബി വഴിയാണ് പല വികസന പദ്ധതികളും വായ്പാ പദ്ധതികളും ഒക്കെ പണമെടുത്ത് അത്തരത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കിയത് കേരളത്തിൽ. അപ്പോൾ ഈ ഇടപാടുകളുടെ ബാധ്യതകൾ എത്രമാത്രമുണ്ട് സംസ്ഥാന സർക്കാർ പരിശോധിക്കേണ്ട വിഷയമാണ്. ഒപ്പം വായ്പാ രീതികൾ നോക്കണം. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ധനസമാഹരണം എന്നിവ പ്രത്യേകമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധം പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഘടനാപരമായ വെല്ലുവിളികളിൽ ഒന്നാണ് ഇത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക വിഹിതം കുറവാണ്. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം കേന്ദ്രം നൽകുന്നില്ല. ഇതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാം ആവശ്യം. അപ്പോൾ കേന്ദ്രം എന്താണ് പറയുന്നത്? കേരളത്തിന് പണം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അനുവദിക്കുന്ന പണം കേരളം വേണ്ട വിധത്തിൽ ചെലവഴിക്കുന്നില്ല എന്നുള്ള തിരിച്ചുള്ള ആക്ഷേപം മറുപടിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പ്രധാന വാദങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി നമുക്ക് കാണാം. കേന്ദ്ര വിഹിതം അപര്യാപ്തം എന്ന് തന്നെ പറയുന്നു. ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ഫോർമുല തെക്കൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് എന്നാണ് കേരളം പറയുന്നത്. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ല. അതേസമയം സംസ്ഥാന സർക്കാരിന് കൂച്ചുവിലങ്ങിടുന്ന ചില വ്യവസ്ഥകളും നമുക്ക് കാണാൻ കഴിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അതെന്താണെന്ന് നോക്കാം. വായ്പാ പരിധികൾ കേന്ദ്ര നിയന്ത്രണത്തിലാണ്. ചില വലിയ വായ്പകൾക്കുള്ള പരിധികൾ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ കേന്ദ്ര അനുമതി ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അതിനാൽ ഡൽഹിയുമായി ശക്തമായൊരു ചർച്ച കഴിവ് പുതിയ സർക്കാരിന് നിർണായകം ആകും. കാരണം കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ വികസന പദ്ധതികൾക്കുള്ള പണസമാഹരണം അല്ലെങ്കിൽ പദ്ധതി നിർവഹണത്തിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നത് വളരെ ശ്രദ്ധേയമായിരിക്കണം. മികച്ച ഒരു ബന്ധം, നല്ലൊരു ബന്ധം കേന്ദ്ര സർക്കാരുമായും തിരിച്ചും ഉണ്ടാവണം എന്നുള്ളതാണ്. ഭരണവിശ്വാസ്യത പുനഃസ്ഥാപിക്കണം. ജനങ്ങൾ പുതിയ സർക്കാരിൽ ഒട്ടേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. സ്വാഭാവികമായും വേഗത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഭരണ സംവിധാനം ഉണ്ടാകണം. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. അഴിമതി ആരോപണങ്ങൾ കുറയണം. കൂടുതൽ സുതാര്യത ഈ നടപടിക്രമങ്ങളിലെ, ഭരണ സംവിധാനത്തിലെ, ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളിലെ സുതാര്യത എന്നിവയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും. കേരളത്തിൻ്റെ ശക്തമായ ക്ഷേമ മനുഷ്യ വികസന മാതൃക സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തികമായി സ്ഥിരതയുള്ളതും നിക്ഷേപ സൗഹൃദവുമായ തൊഴിൽ സൃഷ്ടിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. അതാണ് കേരളത്തിൻ്റെ തീർച്ചയായും അടുത്ത വികസന ഘട്ടം നിർണ്ണയിക്കുക. ഒപ്പം ഈ സാഹചര്യത്തിൽ നിന്ന് കൊണ്ട് UDF പ്രഖ്യാപിച്ച പല പദ്ധതികൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട്. പ്രകടന പത്രിക വഴി നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പാക്കുമോ സംസ്ഥാന സർക്കാർ? അപ്പോൾ അതിന് കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് സതീശൻ സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും പുതിയ സർക്കാരിന് പ്രോഫിറ്റ് ന്യൂസിൻ്റെ ആശംസകൾ.